ഒരു നേതാവിനെ വളർത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, അതിനു വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുക എന്നതിനപ്പുറം, അതായത് അവരുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ ഇറങ്ങുക, ഇത്തരം നയപരിപാടികളാണ് ഇപ്പോൾ നിലവിൽ കുറച്ച് ദിവസമായിട്ട് CPM-ന്റെ ഭാഗത്ത് നിന്നും കാണുന്നത്. ഞാൻ ഇങ്ങനെ പരാമർശിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾ കേട്ടു. എനിക്കെതിരെയല്ല അന്വേഷണം നടന്നത്, അന്വേഷണം എൻ്റെ മകൾക്കെതിരെയാണ്, എനിക്കെതിരെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, എന്നെ അവർ ചോദ്യം ചെയ്തിട്ടുമില്ല. പിണറായി വിജയൻ ഇങ്ങനെ പ്രതികരിച്ചെങ്കിലും അണികൾ ഇപ്പോഴും അത് ഉൾക്കൊണ്ടിട്ടില്ല. അണികൾക്ക് അദ്ദേഹം പുറത്ത് വന്ന് മുഷ്ടി ചുരുട്ടിയതും രാഹുൽ ഗാന്ധിനെ 2 തെറി വിളിച്ചതും അതൊക്കെയാണ് അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നത്. അതേപോലെ VD സതീശനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്, ഇതൊക്കെയാണ് അണികളുടെ രാഷ്ട്രീയം. സത്യത്തിൽ അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു, CMRL-ന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൾ വീണ കൈപ്പറ്റിയ 1.78 കോടിയുടെ പണ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ED ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് എടുത്തത്. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമല്ല, വീണയുടെ ഭർത്താവിന്റെ വീടായ മുഹമ്മദ് റിയാസിന്റെ വീടും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സമരം ചെയ്ത അടിമകളുടെ, അതായത് EDയുടെ കാറൊക്കെ തല്ലിപ്പൊളിച്ച ആളുകളുടെ അവസ്ഥയാണ് ഇനി ആലോചിക്കേണ്ടത്. കുറഞ്ഞത് 6 മാസം അല്ലെങ്കിൽ 7 മാസം ജാമ്യം പോലും കിട്ടാത്ത വകുപ്പൈകാരം. ED എന്ന് പറയുന്നത് കേന്ദ്രസേനയാണ്. ഇവിടെ രാഷ്ട്രീയക്കാർക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവരെ എന്താ പറയുക, നിശബ്ദമായിട്ട് രാത്രിയുടെ മറവിലും പോയിട്ട് വെട്ടിക്കൊല്ലുന്നതും അതിനെതിരെ തെളിവ് കളങ്കപ്പെടുത്തുന്നതും അതുപോലെ ആവില്ല ED എന്ന് പറയുന്നത്. ED ശരിക്കും കേന്ദ്ര ഏജൻസിയാണ്, ഒരു സർക്കാരിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. സാധാരണ ഒരു വ്യക്തിയെ വ്യക്തിഗത ചെയ്യുന്ന പോലെ ആവില്ല സർക്കാർ സംവിധാനങ്ങളെ തകർക്കാൻ പോയി കഴിഞ്ഞാൽ. പിന്നെ ബിനീഷ് കോടിയേരിക്കെതിരെ നടന്നപ്പോൾ പിണറായി പറഞ്ഞ വാക്കുകളുണ്ട്, അതായത് അതിൻ്റെ അന്വേഷണം അവരുടെ കുടുംബം നോക്കട്ടെ, അത് അവരുടെ പ്രശ്നമാണ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് EDയുടെ അന്വേഷണം എന്നാണ് പറഞ്ഞത്. ഇന്ന് പിണറായിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ടില്ലേ, നേരം തിരിഞ്ഞ് അത് പാർട്ടിൻ്റെ പ്രശ്നമായി, പാർട്ടിൻ്റെ എന്താ പറയുക, പാർട്ടിക്കെതിരായി. എന്നിട്ട് ജനങ്ങളെ, പാവപ്പെട്ട ആളുകളെ റോട്ടിൽ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ EDയുടെ കാറും എന്താ പറയുക ഗവൺമെൻറ് സംവിധാനങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ എന്തായി, ഇപ്പോൾ ആണികൾ കുറച്ചെങ്കിലും തലച്ചോറുള്ള ആളുകളാണെങ്കിൽ ഈ പണിക്ക് നിൽക്കുമോ? എന്തിനാണ് ഈ സമരം ചെയ്യുന്നത്? വീണക്കെതിരെ വന്ന കേസിനെതിരെയാണ്, ഒരു പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത വീണക്കെതിരെ. എന്നാൽ ഇവർ ചെയ്ത എന്താ പറയുക, ഇവർ ചെയ്ത അഴിമതി എന്താണെന്നോ അല്ലെങ്കിൽ ഇവർ നടത്തിയ ഇടപാട് എന്താണെന്നോ കറക്റ്റ് ഇപ്പോഴും പാർട്ടിക്ക് ഒരു ഉത്തരമില്ല. ഈ പണം കൈമാറി എന്നല്ലാതെ ഇത് എന്തിന് കൈമാറി, എന്ത് സേവനം ചെയ്തിട്ട് കൈമാറി ഇപ്പോഴും ഒരു പാർട്ടി നേതാവിനും കൂടി ഉത്തരവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിലെ പൊളിറ്റിക്കൽ കളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇലക്ഷനിൽ 35 സീറ്റിലേക്ക് ചൊരുങ്ങി തോറ്റ് പണ്ടാറടങ്ങി നിന്നിട്ടും പറഞ്ഞ പോലെ ഇലക്ഷന് ശേഷം തോൽവിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് 14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റിയിലും അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവാക്കിയതിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടും അത് ഇപ്പോഴും ഉൾക്കൊള്ളാതെ ഇദ്ദേഹത്തിനെ തന്നെ എന്താ പറയുക വാഴ്ത്തിക്കൊണ്ട് കിടക്കുന്ന കുറേ ആളുകളുണ്ട്. എന്തായാലും ഇതിനെ ന്യായീകരിക്കുന്ന അണികളോടാണ്, കമ്മികളോടാണ്, അതായത് അടിമകളോടാണ് ഞാൻ പറയുന്നത്. ഇത്തരം പൊല്ലാപ്പിലൊന്നും പോയി പെടാതിരുന്ന അത്രയും നല്ലത്. ഇപ്പൊ ഇന്ന് കേസ് വന്നത് കോടതി നിരീക്ഷിച്ചത് EDക്കെതിരെയുള്ള ആക്രമണം രാജ്യദ്രോഹമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് രാജ്യത്തിനെതിരെയാണ് അവർ സമരം ചെയ്തേക്കുന്നതെന്നാണ്. നേതാക്കന്മാരൊക്കെ എന്താ പറയുക, അന്വേഷണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ തടിയുരന്നല്ലാതെ ഒരിക്കലും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതേ അവസ്ഥയിൽ ബംഗാളിലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച എന്താ പറയുക ഒരു തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖ് എന്ന പേരുള്ള ഒരാൾ ഇപ്പോഴും ജയിലിലാണ്. 2 വർഷം 2 മാസത്തോളം മൂപ്പരിപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഇതുവരെ ഒരു ജാമ്യം പോലും കിട്ടിയിട്ടില്ല. കേരളത്തിൽ EDക്കെതിരെ ആക്രമണം നടത്തിയ ആളുകളുടെ അവസ്ഥ ഇനി എന്താവുമോ എന്തോ.